മീനങ്ങാടി മുണ്ടനടപ്പ് കുറുമ കോളനിക്ക് സമീപത്തെ കേണിയാണിത്. ഒരു കോളി മരമാണ്, അതിൻ്റെ ചുവട്ടിൽ നിന്നാണ് ഈ ഉറവിങ്ങനെ വരുന്നത്. അത് കൈകൊണ്ട് തൊട്ടോ പാത്രങ്ങളിട്ടൊന്നോ അശുദ്ധമാകാതിരിക്കാനാണ് കല്ലുകൊണ്ട് ചുറ്റും ഇങ്ങനെ ഒരു വലയം തീർത്ത് അതിൽ നിന്നൊരു പനമ്പാത്തി വെച്ചാണ് അതിലൂടെയാണ് വെള്ളം ഒഴുകി വരുന്നത്. ഇതൊരു കാലത്തും വറ്റില്ല. എന്ത് വലിയ വരൾച്ച ഉണ്ടെങ്കിലും ഇത്രയെങ്കിലും, ഇത് ഏറ്റവും കുറഞ്ഞ വെള്ളമാണ്, ഇതിൽ കൂടുതലുണ്ടാവും വർഷകാലത്തൊക്കെ. വയനാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ശുദ്ധജല സ്രോതസ്സുകളായി ഇതുപോലുള്ള കേണികളുണ്ടായിരുന്നു. അവയൊക്കെ ഏറെക്കുറെ അപ്രത്യക്ഷമായി. കുറുമ സമുദായത്തിൻ്റെ ആചാരങ്ങളുമായും വിശ്വാസവുമായും ഒക്കെ ബന്ധപ്പെട്ടത് കിടക്കുന്നത് കൊണ്ടാണ് അവരുടെ കോളനികൾക്ക് സമീപമൊക്കെ ഇത്തരം കേണികൾ ഇപ്പോഴും സംരക്ഷിക്കുന്നത്. ചില സ്ഥലത്തൊക്കെ പനയുടെ വലിയ കുറ്റി മണ്ണിലേക്ക് ഇറക്കിയാണ് അതിൽ നിന്നാണ് വെള്ളം വരിക. ഇവിടെ പക്ഷേ ഒരു കോളിമരത്തിന് ചുറ്റും കല്ലുകൾ അടുക്കി വെച്ച് അതിൽ നിന്നൊരു പനമ്പാത്തി വെച്ചാണ് ശുദ്ധജലം പുറത്തേക്ക് ഒഴുകുന്നത്. അത്രയും ശുദ്ധമായ വെള്ളമാണ്. വയനാട്ടിലെ വയലുകളിലും വയലോരങ്ങളിലെ കൊല്ലികളിലും ഉണ്ടായിരുന്ന കേണികളിലേറെയും അപ്രത്യക്ഷമായി കഴിഞ്ഞു. മുണ്ടനടപ്പ് പോലുള്ള സ്ഥലങ്ങളിൽ കുറുമ സമുദായമാണ് കേണികൾ പ്രകൃതിദത്തമായി സംരക്ഷിച്ചു പോരുന്നത്. ഇത് കുറവാണ്. ഇപ്പോൾ മഴ കുറവല്ലേ, കുറവുണ്ട്. അവിടുന്ന് വരും അതിൻ്റെ ചുവട്ടുനിന്ന്. കുന്നുംപുറത്ത് എല്ലാ കുടുംബക്കാരും ഈ വെള്ളം അമ്മനെ വെള്ളം കൊണ്ടുപോകണം. വൈകുന്നേരം വരെ കുളിക്കാൻ, പണി കഴിഞ്ഞൊക്കെ കുളിക്കാൻ അമ്മനെ പ്രാർത്ഥിച്ച് കുളിക്കും, അലക്കി ഒക്കെ പോകും. കുടിക്കാൻ ഇത് മാത്രമേ കൊണ്ടുപോകുള്ളൂ. കുടിക്കാനും കഞ്ഞി വെക്കാൻ, ചോറ് വെക്കാനും. ആചാരങ്ങൾക്കും ആഘോഷങ്ങൾക്കും കേണിയിൽ നിന്നുള്ള വെള്ളം നിർബന്ധമാണ്. മുണ്ടനടപ്പ് കേണിയും അടുത്തു തന്നെയുള്ള മന്നത്ത് കേണിയും കൊളകപ്പാറ മലയുടെ 2 കണ്ണുകളാണെന്നാണ് വിശ്വാസം. പനംകുട്ടിയായിട്ട് ഇതുവരെ ഇല്ല. പനംകുറ്റി ഇപ്പോൾ ഉള്ളത് പാക്കത്ത് കോളനിയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ 1-2 പനംകുറ്റി ഇവിടെ ഉണ്ടായിരുന്നു. അത് പണിയിറക്ക വെള്ളം കോരിക്കൊണ്ടിരിക്കുന്ന. ഇത് നേരത്തെ തന്നെ ഇങ്ങനെ മണ്ണ് കൊണ്ടും കല്ലുകൊണ്ടും മാത്രം കെട്ടി ഉറപ്പിച്ചൊരു സംഭവമാണ്. തേച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അവിടെ നിന്ന് വെള്ളം എടുക്കും. ശരിക്കും തീർത്ഥം തന്നെയാണിത്. പ്രകൃതിയുടെ ഈ കണ്ണുകൾ പരമ്പരാഗത രീതിയിൽ തന്നെ സംരക്ഷിക്കപ്പെടട്ടെ എല്ലാ കാലത്തും. മാതൃഭൂമി ന്യൂസ്, വയനാട്.